DTM സഫീർ മുഹമ്മദ്, നമ്മുടെ നിയുക്ത പ്രസിഡന്റ് മുഹമ്മദ് ഇർഷാദ്, DTM മുഹമ്മദ് ഇർഷാദ്, ഇവരുമായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചതും ദീർഘമായിട്ടുള്ള ചർച്ചകളും ഒക്കെ തന്നെ എന്റെ പേഴ്സണലായിട്ട് എന്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതയാത്രയ്ക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാൻ സാധിക്കുന്ന എന്റെ സ്വകാര്യ അഹങ്കാരം, എന്റെ എക്സ്കോ മെമ്പേഴ്സ്, അതിൽ ഏറ്റവും പ്രധാനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹാഷിർ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രയും പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ടോസ്റ്റ് മാസ്റ്റർ ഹാഷിർ, അദ്ദേഹവുമായുണ്ടായ ഒരു കെമിസ്ട്രി, തീർച്ചയായും ഞാൻ ഭാഗ്യവാനാണ് താങ്കളെ പോലെ ഒരു EPA കിട്ടിയതിൽ. അതുപോലെ തന്നെ ഒരു സൈന്യാധിപൻ എന്നൊക്കെ പറയാൻ സാധിക്കുന്ന നമ്മുടെ ടോസ്റ്റ് മാസ്റ്റർ ആദിൽ, ഞങ്ങളുടെ ട്രഷറർ ആയിരുന്നു. ടോസ്റ്റ് മാസ്റ്റർ ഫാത്തിമ, സെർജന്റ് ടംസ് സെക്രട്ടറി കുഞ്ഞിക്കോയ, രഞ്ജിത്ത് ടോസ്റ്റ് മാസ്റ്റർ ഞങ്ങളുടെ VPPR ആയിരുന്നു. ശരിക്കും ഒരു വർഷം പോയത് അറിഞ്ഞില്ല എന്നുള്ളതാണ് നഗ്നമായിട്ടുള്ള ഒരു സത്യം. ഒരു പ്രസംഗ കല എന്ന് പറയുമ്പോൾ അറിവ് പകരുന്നതോടൊപ്പം തന്നെ അത് മനുഷ്യനെ ഉത്തേജിപ്പിക്കുകയും കൂടുതൽ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കലയാണ് പ്രസംഗ കല. അത്തരത്തിൽ നോക്കുമ്പോൾ ഏകദേശം 20ഓളം മീറ്റിങ്ങുകളാണ് നമ്മൾ ഈ ഒരു കാലയളവിൽ നടന്നത്. ആ 20ഓളം മീറ്റിങ്ങുകളിലായി ഏകദേശം 60-ൽ പരം പ്രസംഗങ്ങൾ, തയ്യാറാക്കിയ പ്രസംഗങ്ങൾ പലരിൽ നിന്നായി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ എന്റെ ഇവിടെയുള്ള ഒരു സുഹൃത്ത് പറഞ്ഞു, 4ഓ 5ഓ മീറ്റിങ്ങുകൾ കൊണ്ട് തന്നെ മൈക്കും സ്റ്റേജും കാണുമ്പോഴുള്ള ഒരു ചങ്കിടിപ്പ് മാറി, നേരത്തെ ചങ്കിടിപ്പ് ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോ തന്റെ ഊഴമാവാൻ അക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയെന്ന് ആ ഒരു അനുഭവം, ജീവിതത്തിൽ ഉണ്ടായ അനുഭവം എന്റെ ഒരു സുഹൃത്ത് ഇവിടെ പങ്കുവയ്ക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എത്രയോ ക്ലബ് അംഗങ്ങളുടെ ജീവിതമാണ് മാറി മറിഞ്ഞത് എന്ന് നമ്മൾ ഓർക്കുമ്പോഴാണ് ഈ ഒരു സംഘടനയുടെ, ഈ ഒരു കൂട്ടായ്മയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കാൻ സാധിച്ചതിൽ അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു കാര്യം. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ക്ലബ്ബ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ടോസ്റ്റ് മാസ്റ്റർ ഇന്റർനാഷണലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി ക്ലബ് എന്ന നിലയിലാണ്. ഒരു കമ്മ്യൂണിറ്റി ക്ലബ് എന്ന നിലയിൽ എല്ലാ രീതിയിലും ഈ കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ കിട്ടാവുന്ന ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓണവും ഇഫ്താർ പാർട്ടികളും എല്ലാം. ഇത്തവണത്തെ ഓണമാണ് ഈ മലയാളം ടോസ്റ്റ് മാസ്റ്റർ ക്ലബിന്റെ ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ ഓണം എന്ന് സാക്ഷ്യപ്പെടുത്തിയത്. മറ്റാരുമല്ല, നമ്മുടെ ക്ലബിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള സഫീർക്കയാണ്. വി റൈസ് ദ ബാർ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മുടെ ക്ലബിൽ നിന്നായിരുന്നു ഏരിയ ഡയറക്ടർ, അദ്ദേഹം നടത്തിയ ഒരു ഡിവിഷൻ ലെവൽ കോൺഫറൻസ് നമ്മുടെ ക്ലബിൽ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയായിരുന്നു. പിന്നീട് നമ്മുടെ ലോക മലയാളം ടോസ്റ്റ് മാസ്റ്റർ ക്ലബിൽ നമ്മുടെ പ്രിയങ്കരിയായ ലിബി ജെയിംസ് പുള്ളിക്കാരി, അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ടേബിൾ ടോപ്പിക്കിലുള്ള 1ാം സ്ഥാനം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ ടോസ്റ്റ് മാസ്റ്റർ ഹാഷിർ ഏരിയ ലെവലിൽ ഹ്യൂമറസ് സ്പീച്ചിൽ ഇംഗ്ലീഷിൽ 1ാം സ്ഥാനം. അതുപോലെ തന്നെ ഡിവിഷൻ ലെവലിൽ അദ്ദേഹം 3ാം സ്ഥാനം കരസ്ഥമാക്കുകയുണ്ടായി. നിങ്ങൾ എല്ലാവരും ഒന്നോർക്കണം, 100-ൽ 80% മീറ്റിങ്ങുകളും മലയാളത്തിൽ നടത്തുന്ന നമ്മളെ പോലെയുള്ള ഒരു ക്ലബിൽ നിന്ന് അദ്ദേഹം 3ാം സ്ഥാനം ഡിവിഷൻ ലെവലിൽ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ അദ്ദേഹം 3ാം സ്ഥാനമല്ല 1ാം സ്ഥാനം തന്നെയാണെന്ന് ഞാൻ സാധാരണമായി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഒരു നിറഞ്ഞ കയ്യിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. പിന്നീട് ഈ മാറ്റം എന്നൊക്കെ പറയുന്നത് പ്രകൃതി നിയമമാണ്. പുതിയ ഊർജവും അതുപോലെ തന്നെ ചിന്തകളും കടന്നു വരുമ്പോഴാണ് ഏതൊരു പ്രസ്ഥാനവും കൂടുതൽ പ്രകാശപൂരിതമാവുന്നത്. ഗ്രീക്ക് ചിന്തകനായ ഹീറോക്ലാറ്റിസ് പറഞ്ഞതുപോലെ മാറ്റമല്ലാതെ ഈ പ്രകൃതിയിൽ മറ്റൊന്നും ശാശ്വതമല്ല. അതുപോലെ ഈ ക്ലബിന്റെ ഭാവി എന്ന് പറയുന്നത് നമുക്ക് ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല. നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ തികഞ്ഞ സീസൺഡ് ടോസ്റ്റ് മാസ്റ്റർ ആയിട്ടുള്ള
കറകളഞ്ഞ ടോസ് മാസ്റ്റർ നമ്മുടെ പ്രിയങ്കരനായ ഇർഷാദൊക്കെയാണ് നമ്മുടെ പുതിയതായിട്ടുള്ള സാരഥി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഊർജ്ജസ്വലരായിട്ടുള്ള ഒരു കൂട്ടം നേതാക്കളാണ് നമ്മുടെ സാരഥികളായി എത്തിച്ചേരുന്നത്. ഇത് മറ്റൊരു വസന്തത്തിലേക്കുള്ള ഒരു പ്രയാണമാണ്. മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു ടാഗ്ലൈൻ കൂടി ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. കൂട്ടിലടച്ച പക്ഷികൾക്ക് വായനശാലകൾ ഉണ്ടായേക്കാം, എന്നാൽ ആകാശത്തുള്ള പറക്കുന്ന പക്ഷികൾക്ക് ആകാശം മാത്രമേ ഉള്ളൂ. നമ്മുടെ ടോസ് മാസ്റ്റർ എന്ന ഈ സുലഭിലമായ വേദിയിൽ നമ്മൾ കൊയ്തെടുക്കുന്ന മനോഹരമായ ചിന്തകൾ ആകാശം മുട്ടായി പറന്നുയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഞങ്ങളെ ഇത്രയും ഞാൻ ഉൾപ്പെടുന്ന എക്സ്കോം മെമ്പേഴ്സിനെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിച്ചുകൊണ്ടും പുതിയ എക്സ്കോം കമ്മിറ്റിക്ക് എല്ലാവിധ വിജയാംശങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.